ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ വൈൽഡ് കാർഡ്സ് ഒക്കെ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അഭിപ്രായം പൊതുജന താല്പര്യാർത്ഥം അവതരിപ്പിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും വളരെ നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ പൊളൈറ്റായിട്ടും വളരെ ബെറ്റർ വേയിൽ പ്രസൻറ്റ് ചെയ്ത ആള് അഭിഷേക് ജയദീപാണ്. അത് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ലാംഗ്വേജിൽ ഒരു മാന്യമായ രീതിയിലുള്ള വിമർശനമായിരുന്നു പുള്ളിയുടെ. പിന്നെ നമ്മുടെ നന്ദന, തൃശ്ശൂരത്തെ ഗഡി നന്ദന പോയതുകൊണ്ട് ഒത്തിരി ചാടിക്കളിച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാപ്പോഴും അങ്ങനെയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ആർട്ടിഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നന്ദനയ്ക്ക് അത് പണിയാവും. കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് പറഞ്ഞത്, പക്ഷെ പറഞ്ഞ രീതി ഇത്തിരി റൂഡായോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് പേഴ്സണലി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ നമ്മൾ ഒരു പൊതുവേദിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഒട്ടും ബോധേഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് കേൾക്കേണ്ടി വരും. അതിപ്പോൾ ഞാനായാലും ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇത്രയും പേര് ഇപ്പോൾ പലയിടത്തുനിന്നും വന്നിട്ടുള്ള, പല കമ്മ്യൂണിറ്റിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നന്ദന നല്ല രീതിക്ക് പച്ചയ്ക്ക് തന്നെ, വൃത്തി എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ജാസ്മിൻ അത് അട്ടി കൊണ്ട പോലെ ആയി. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എത്ര പേര് നല്ല രീതിക്ക് പറഞ്ഞോ നന്നല്ലാത്ത രീതിക്ക് പറഞ്ഞോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ ജാൻമണിയാണ്. ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല, എന്നെ ആരും ഒന്നും പറയില്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, പുറത്തൊക്കെ എന്നെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്നെ ഇഷ്ടമായിക്കോളും, അത് നിങ്ങളും നോക്കേണ്ട കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് ജാൻമണിയുടെ. ഓക്കെ, ജാസ്മിൻ്റെ ഈ ഒരു പരിധി വരെ അങ്ങനെയാണ്. ജാസ്മിൻ ഗബ്രിയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷേ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയൊരു സംഭവം അവർ ചേഞ്ച് ആവാനുള്ളൊരു ചിന്തയൊന്നും അവർക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സായ് ബ്രോ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ തന്നെ നല്ല രീതിയിലൊരു മാനിപ്പുലേഷൻ നടത്തിയ പോലെ എനിക്ക് തോന്നി. പിന്നെ അഭിഷേക് ശ്രീകുമാർ ആയാലും പൂജ ആയാലും DJ സുബിനായാലും ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു പോയി. അതായത് ഒരുപാട് നെഗറ്റീവ് അടിക്കില്ല എന്ന കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. DJ സുബിൻ കൂടുതലും സായ് ബ്രോ പറഞ്ഞ അതേ പോയിന്റ്സ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അളിയൻ പറഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ സ്വന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ തെറ്റെന്നുള്ള ചിന്തയാണോ എന്നറിയില്ല. സായ് ബ്രോവിൻ്റെ ഒരു ഒബ്സർവേഷൻ സായ് ബ്രോ പ്രസൻറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളവർക്കും കൺഫ്യൂസ് ആയിട്ടുണ്ടാവും, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കായാലും കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. എന്നാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ് സായ് ബ്രോ കൊടുത്തിരിക്കുന്നത്. ജാസ്മിനോട് തന്നെ ഞാനിത്തിരി ലേറ്റായി വരാൻ, ബ്ലോക്ക് പെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പുള്ളി. അപ്പം തന്നെ എന്തായാലും ഇപ്പം എത്തിയില്ലേന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും ഒരു വെല്ലുവിളിയാണെന്ന് ജാസ്മിനും ഗബ്രിക്കും നല്ല ബോധ്യമുണ്ട്. സായ് ബ്രോ വന്നത് ഇവർക്കൊരു അടിയാവാൻ സാധ്യതയുണ്ടെന്നുള്ള നല്ല ബോധ്യം തന്നെ ഇവർക്കുണ്ട്. പിന്നെ അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ്റെ അടുത്ത് ഉളുപ്പില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിയെ കിട്ടിയിരിക്കണം. ആർക്കൊക്കെ അറിയോ? ജാസ്മിന്, മുടിയന്, അതുപോലെ തന്നെ നോറയ്ക്ക് ഈ മോങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗിൽ ഡ്രസ്സ് തന്നെയല്ലേ അതോ ടിഷ്യൂ പേപ്പറോ എന്ന് സായ് ബ്രോ ചോദിക്കുന്നുണ്ട്. അത് വളരെ ഇൻഡയറക്റ്റ്ലി കൗണ്ടർ ചെയ്യുന്ന ഒരു സാധനമാണ്. ബിഗ് ബോസ് എങ്ങാനാണ് ടിഷ്യൂ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ തന്ന് തന്നെ ബിഗ് ബോസ് മുടിയും എന്നുള്ള രീതിയിൽ സായ് ബ്രോ പറയുന്നുണ്ട്. വളരെ നല്ല രീതിക്ക് എനിക്ക് തോന്നി പേഴ്സണലി. അതുപോലെ തന്നെ ഇവരുടെ ഒരു കോംബോ പൊട്ടിക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത് എന്നുള്ളൊരു സാധനമാണ് സായ് ബ്രോ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ആദ്യം സായ് ബ്രോ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഗബ്രീനെ ആയിരിക്കും, പിന്നെ ജാൻമണി. എനിക്ക് തോന്നുന്നു കേട്ടോ, ഈ ഒരു സംസാരിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗബ്രിയും ജാൻമണിയും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിനൊക്കെ പിന്നെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർ. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളവന്മാരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നല്ല കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എപ്പിസോഡിൽ ഇനി കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ ലൈവ് ഇപ്പോൾ ഇത്തിരി നേരം മുമ്പ് കണ്ട ആ ഒരു സംഭവത്തിൻ്റെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്? അഭിഷേക് ജയദേവിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, സായ് ബ്രോവിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ അഭിഷേക് ശ്രീകുമാർ ആയാലും അടിപൊളിയാണ്. വന്നത് തന്നെ ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങൾ കറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട് പുള്ളിക്ക്. കറക്റ്റ് ഇന്ന ദിവസം ഇന്നതുപോലെ ചെയ്ത് അങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുള്ളി പറയുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ. ഓക്കെ, അഭിഷേക് ജയദീപിനും ഒബ്സർവേഷനൊക്കെ ഉണ്ട്, പക്ഷേ പ്രസൻറ്റേഷൻ സ്കില്ലാണ് പുള്ളിക്ക് കൂടുതലെന്ന് എനിക്ക് തോന്നി. സായ് ബ്രോ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഒരു സാധനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെ പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിലും
വേറൊരു കാര്യം, ആരും പറയാത്തൊരു കാര്യം വന്നു. ജാസ്മിനെ എല്ലാവരും ഹൈജീനിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അടുത്ത് നിന്ന് അപ്സര എന്തുകൊണ്ടാണ് ജാസ്മിൻ അത് ചെയ്ത് കണ്ടിട്ടും അത് മാറ്റാൻ പറഞ്ഞില്ല? അതായത് അപ്സരയോട് പറയുന്നുണ്ട്, കുഴപ്പമില്ല നമ്മൾ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ, ടേസ്റ്റ് കൂടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് മാറ്റിക്കൂടാന്നൊരു വാലിഡ് പോയിൻ്റാണ് പറഞ്ഞത്. അത് പറഞ്ഞത് കേട്ടതിന് ശേഷം മറ്റേ DJ സിബിനും ഇതേ പോയിന്റ് എടുക്കുന്നുണ്ടായിരുന്നു. വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് സായിബ്രോ പോയിരിക്കുന്നത്. അതായത് നമ്മുടെ അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് പോയിരിക്കുന്നത് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ്. ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യമേ തന്നെ ഗബ്രിക്കായിരിക്കും തോന്നുന്നു. പിന്നെ ഈ വൈൽഡ് കാർഡിലുള്ളവർ ഹൈലൈറ്റ് ആവുകയാണെങ്കിൽ ഇവരും ടാർഗറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് സായിബ്രോവിൻ്റെ പ്രസൻറ്റേഷനിൽ കുറച്ച് പേര് ഒരു ഇത്തിരി ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാൻമണി എന്താണെന്ന് വെച്ചാൽ ജാൻമണി ഭയങ്കരമാണ്. ജാൻമണി ആരെന്ത് പറഞ്ഞാലും ജാൻമണി മാറില്ല. എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. അഭിഷേക് ജയദേവ് പോലും സെയിം കമ്മ്യൂണിറ്റിയിലുള്ള പുള്ളി പോലും പറയുന്നുണ്ട് ജാൻമണി അങ്ങനെയല്ല, എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം, അത് റിയലൈസ് ചെയ്ത് സ്വയമെങ്കിലും ഒന്ന് മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജാൻമണി ഞാൻ പറയല്ല, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, പുറത്തുള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. സായിബ്രോയും അത് കൗണ്ടർ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാ ഇങ്ങനെ എന്താ നാം പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നാം ബിസിനസ് ക്ലാസ്സാണ് എടുക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട്. വേറെ വല്ലവരും സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സായിബ്രോ ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് വോട്ടായിട്ടാണ്. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ പ്രവൃത്തി അനുസരിച്ചിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ എന്ന് സായിബ്രോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് തെറി പറയണമെന്നോ ചപ്പും ചവറും വലിച്ചെറിയണ്ടെന്നോ അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് കളിക്കേണ്ടെന്നോ ഒന്നും തന്നെ പറയാനല്ല ഞാനിവിടെ വന്നത്. ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഗെയിം കളിക്കാനാണ് വന്നത്. ഞാൻ എന്തായാലും ഗെയിം കളിക്കും. നിങ്ങൾ എങ്ങനെയാണോ ഗബ്രിയും ജാസ്മിനും ഇപ്പം ഇരിക്കുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത്. എന്താ വെച്ചാൽ ടാസ്ക് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ഗെയിം ചേഞ്ച് ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ഗെയിം കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തെറിയും ചപ്പ് ചോറും ഇടിച്ചു കയറലും ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നാളെ തൊട്ട് ഞാനും അതൊക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരും. ആർക്കൊക്കെ ഉറപ്പുണ്ട്, ഇപ്പോൾ ഇവിടെ വന്ന് ഉപദേശിച്ച ആർക്കൊക്കെ ഉറപ്പുണ്ട് നാളെ അതുപോലെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ വരട്ടെ, നല്ല അടിപൊളി ഗെയിം ആവട്ടെ. എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഫയർ ആവാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ആരും എടുത്തു ചാടി ഇജക്റ്റൊന്നും ആവാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. സപ്പോർട്ട് കുറഞ്ഞു പോണതിനെക്കാട്ടിലും നമ്മളിത്തിരി റോങ് ആയിട്ട് പോകുന്ന സമയത്ത്, അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പുറത്താവേണ്ടി വരരുത് എന്നുള്ളൊരു ആ ഒരു കൺസേൺ മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സംഭവമൊക്കെ കേട്ടതിന് ശേഷം, എല്ലാവരും സ്പീച്ചൊക്കെ കേട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.